ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു യൂട്യൂബ് ക്രിയേറ്റർ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രൈവറ്റ്, പബ്ലിക്, അൺലിസ്റ്റഡ്, ഷെഡ്യൂൾഡ് തുടങ്ങിയ നിരവധി ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സാധാരണ ഒരു ചോദ്യം ഇതാണ്: ഈ വീഡിയോ ഇതിൽ ഏത് ഓപ്ഷനിൽ അപ്ലോഡ് ചെയ്യണം? ഈ ഓപ്ഷനുകൾ വീഡിയോയുടെ റാങ്കിങ്ങിനെ ബാധിക്കുമോ? യൂട്യൂബ് എപ്പോഴാണ് വീഡിയോയ്ക്ക് റാങ്കിങ് നൽകുന്നത്? ഇതെല്ലാം ഈ വീഡിയോയിൽ ഞാൻ വിശദമായി പറയാം. ഓരോ ഫീച്ചറും എന്താണ്, ഓരോ ഫീച്ചറും എങ്ങനെ പ്രവർത്തിക്കുന്നു, അവ നിങ്ങളുടെ വീഡിയോയുടെ റാങ്കിങ്ങിനെ എങ്ങനെ സ്വാധീനിക്കും എന്നത് ഞാൻ വിശദീകരിക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യം പ്രൈവറ്റ് എന്ന ഓപ്ഷനെ കുറിച്ച് നോക്കാം. നിങ്ങൾ ഒരു വീഡിയോ പ്രൈവറ്റായി അപ്ലോഡ് ചെയ്താൽ ആ വീഡിയോ മറ്റാർക്കും കാണാൻ കഴിയില്ല. നിങ്ങളുടെ ചാനലിൽ വരുന്ന ആൾക്കും അത് കാണാനാകില്ല. അതിനാൽ യൂട്യൂബ് അൽഗോരിതം ആ വീഡിയോ അനലൈസ് ചെയ്യത്തില്ല. അതുകൊണ്ട് ആ വീഡിയോ സെർച്ച് റിസൾട്ടിൽ വരികയില്ല. അതുപോലെ സജസ്റ്റഡ് വീഡിയോസിലും വരത്തില്ല. അതുപോലെ സബ്സ്ക്രൈബേഴ്സിന് നോട്ടിഫിക്കേഷനും പോകുകയില്ല. മറ്റൊരു കാര്യം, നിങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ടെങ്കിലും അത് എല്ലാവർക്കും കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നിയാൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം പ്രൈവറ്റ് ആക്കി നിങ്ങൾക്ക് സൂക്ഷിക്കാം. അതുപോലെ കോപ്പിറൈറ്റ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വീഡിയോയാണെങ്കിലും അത് പ്രൈവറ്റ് ആക്കി വയ്ക്കാം. എന്നാൽ നിങ്ങളുടെ ചാനൽ ഇപ്പോഴും മോണറ്റൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രൈവറ്റ് വീഡിയോയിൽ ലഭിക്കുന്ന വാച്ച് ടൈം 4000 പബ്ലിക് വാച്ച് ഹവേഴ്സിലേക്ക് കണക്കാക്കുകയില്ല. ഇനി പബ്ലിക് ഓപ്ഷനെ കുറിച്ച് നോക്കാം. പബ്ലിക് എന്ന ഓപ്ഷനിൽ വീഡിയോ അപ്ലോഡ് ചെയ്താൽ അത് എല്ലാവർക്കും കാണാൻ കഴിയും. അതോടൊപ്പം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് നോട്ടിഫിക്കേഷനും ലഭിക്കും. യൂട്യൂബ് സെർച്ചിൽ വീഡിയോ കാണാൻ തുടങ്ങും. അതുപോലെ സജസ്റ്റഡ് വീഡിയോയിലും അതുപോലെ റെക്കമെൻഡേഷനിലും നിങ്ങളുടെ വീഡിയോ വരാനുള്ള സാധ്യതയുണ്ട്. യൂട്യൂബ് അൽഗോരിതം നിങ്ങളുടെ വീഡിയോ അനലൈസ് ചെയ്ത് ഓഡിയൻസിന് എത്തിക്കാൻ തുടങ്ങും. അതായത് ഒരു വീഡിയോ യഥാർത്ഥത്തിൽ യൂട്യൂബിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് അത് പബ്ലിക് ആക്കിയ ശേഷമാണ്. ഇനി നമുക്ക് അൺലിസ്റ്റഡ് എന്താണെന്ന് നോക്കാം. അൺലിസ്റ്റഡ് എന്നത് പ്രൈവറ്റ് അല്ല, പബ്ലിക്കും അല്ല. അൺലിസ്റ്റഡ് വീഡിയോയുടെ ലിങ്ക് ഉള്ളവർക്ക് മാത്രമേ ആ വീഡിയോ കാണാൻ കഴിയും. ലിങ്ക് കിട്ടിയാൽ അത് മറ്റൊരാൾക്ക് അയച്ചാലും ആ ലിങ്ക് ഉപയോഗിച്ച് ആർക്കും വീഡിയോ കാണാം. എന്നാൽ സെർച്ചിൽ വീഡിയോ വരില്ല. അതുപോലെ സബ്സ്ക്രൈബേഴ്സിന് നോട്ടിഫിക്കേഷൻ പോകില്ല. ഹോം പേജിലോ സജസ്റ്റഡ് വീഡിയോയിലോ നിങ്ങളുടെ വീഡിയോ കാണിക്കുകയില്ല. അതുകൊണ്ട് സ്പോൺസർഷിപ്പ് ചെയ്യുന്ന കമ്പനികൾ സാധാരണയായി അൺലിസ്റ്റഡ് ലിങ്ക് ആവശ്യപ്പെടുന്നു. കാരണം അവരുടെ ടീം മുഴുവൻ നിങ്ങളുടെ വീഡിയോ കണ്ട ശേഷം മാത്രമേ പബ്ലിക് ചെയ്യാൻ അവർ പറയാറുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യുക, അൺലിസ്റ്റഡ് ആക്കി വെക്കുക, ലിങ്ക് കമ്പനിക്ക് അയക്കുക. അവർ അപ്രൂവ് ചെയ്ത ശേഷം ആ വീഡിയോ പബ്ലിക് ആക്കുക. അപ്പം നിങ്ങളുടെ ഒരു സംശയം, അൺലിസ്റ്റഡ് വീഡിയോ പിന്നീട് പബ്ലിക് ആക്കിയാൽ റാങ്കിങ് കുറയുമോ? ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം. ഉദാഹരണത്തിന്, ഇന്ന് നിങ്ങൾ ഒരു വീഡിയോ അൺലിസ്റ്റഡ് ആയി അപ്ലോഡ് ചെയ്തു. 10 ദിവസം കഴിഞ്ഞ് അത് പബ്ലിക് ആക്കി. അപ്പോൾ ആ വീഡിയോയുടെ റാങ്കിങ് കുറയുമോ? അതിന്റെ ഉത്തരം ഇല്ല. റാങ്കിങ്ങിൽ ഒട്ടും കുറയില്ല. യൂട്യൂബ് തന്നെയാണ് ഇത് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. കാരണം യൂട്യൂബ് അൽഗോരിതം ഒരു വീഡിയോ പബ്ലിക് ആക്കുന്ന നിമിഷം മുതൽ മാത്രമാണ് അതിനെ വിലയിരുത്താൻ, അതായത് അനലൈസ് ചെയ്യാൻ തുടങ്ങുന്നത്. അതിനു മുമ്പ് വീഡിയോ എത്ര ദിവസം അൺലിസ്റ്റഡ് ആയി കിടന്നിരുന്നു എന്നത് റാങ്കിങ്ങിനെ ബാധിക്കില്ല. പബ്ലിക് ആക്കിയ ശേഷമാണ് സബ്സ്ക്രൈബേഴ്സിന് നോട്ടിഫിക്കേഷൻ പോകുന്നത്. അതുപോലെ സജസ്റ്റഡ് വീഡിയോസിലും റെക്കമെൻഡേഷനിലും ഒക്കെ വരുന്നത്. അതിനാൽ അൺലിസ്റ്റഡ് ആയി കുറച്ച് ദിവസങ്ങൾ വെച്ചിട്ട് പിന്നീട് പബ്ലിക് ആക്കിയാലും അത് വീഡിയോയുടെ റാങ്കിങ്ങിനെ ബാധിക്കില്ല. ഇനി നമുക്ക് അവസാനമായിട്ട് ഷെഡ്യൂൾഡ് എന്താണെന്ന് നോക്കാം. ഷെഡ്യൂൾഡ് എന്നത് നിങ്ങളുടെ വീഡിയോ ഒരു നിശ്ചിത തീയതിയിലും ഒരു നിശ്ചിത സമയത്തും താനെ പബ്ലിക് ആകുന്ന ഒരു സൗകര്യമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ നാളെ ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ നാളെ രാത്രി 8 മണിക്ക് വീഡിയോ പബ്ലിഷ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് ഷെഡ്യൂൾഡ് തിരഞ്ഞെടുക്കുക, എന്നിട്ട് പബ്ലിഷ് ചെയ്യേണ്ട തീയതിയും സമയവും അവിടെ സെറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഡേറ്റിൽ ആ ഒരു സമയമാകുമ്പോൾ നിങ്ങളുടെ ഫോൺ ഓഫായാലും ഇന്റർനെറ്റ് ഇല്ലെങ്കിലും യൂട്യൂബ് തന്നെ ആ വീഡിയോ സ്വയം പബ്ലിക് ആകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.